ദാ നിന്റെ ജാതകം. ഞാൻ പറഞ്ഞില്ലേ, ജാതകം ശാന്തയുടെ കയ്യിലായിരുന്നല്ലോ. പിന്നെ അയാൾ നോക്കിയിട്ട് ഏകാദശി നീ ഒരിക്കൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്തോളാം. ആ നോക്കിക്കോ, അവളിപ്പോ ഫോൺ എടുത്ത് അയാളെ വിളിക്കും. ചാരുമോള. ആ മോളെ. ബാലമാമേ, ചിറ്റ ജാതകം വാങ്ങി വന്നു. ഞാൻ എവിടെ കൊണ്ടുവരണം? ഞാൻ ഗോവിന്ദനെ വിടാം മോളെ. മോൾ അവന്റെ കൊടുത്താൽ മതി. വേണ്ട ബാലമാമ, ഞാൻ തന്നെ കൊണ്ടുവന്നോളാം. എനിക്ക് ബാലമാമനെ ഒന്ന് കാണുകയും ചെയ്യാലോ. ശരി മോളെ, നീ നാളെ പാടത്തേക്കാവിൽ അമ്പലത്തിലേക്ക് വാ. ഞാൻ അങ്ങോട്ട് വരാം. ശരി ബാലമാമേ. ഗോവിന്ദ, നാളെ മോളുടെ ജാതകം മേടിക്കാൻ പോണം. അവളെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്ര. ആ മോളെ. മാമ വാ മോളെ, പെട്ടെന്ന് വാ. തന്നോളൂ. ഒന്നുമില്ല മോളെ. ബാലമാമേ, ഒന്നുമില്ല മോളെ. മോള് പ്രാർത്ഥിച്ചോ. എന്നാലും ബാലമാമ, ഇത് വിഘ്നമല്ലേ? ഒന്നുമില്ല മോളെ, ഇങ്ങനെ ഓരോ കാര്യത്തിനും അന്ധവിശ്വാസം പാടില്ല. സയൻസ് അല്ലേ, കാറ്റ് വന്നാൽ തിരികെടും. പിന്നെ ജാതകം ഇപ്പൊ തന്നെ കണ്ടില്ലേ, വെറുതെ താഴെ വീണത്. എന്നാലും ബാലമാമ, എനിക്ക് എന്തോ ഒരു പേടി തോന്നുക. പേടിക്കാൻ ഒന്നുമില്ല, എല്ലാറ്റിനും പരിഹാരമില്ലേ. ദേ, മോളുടെ പേരില് ഒരു ഭാഗ്യസൂക്താർച്ചന ബാലമാമ ഇപ്പൊ തന്നെ നടത്തിക്കോളാം. മോൾ ധൈര്യമായിട്ട് പോയിക്കോ. വാ. ബാലമാഷേ, പറയുന്നോണ്ടൊന്നും തോന്നരുത്, നടക്കില്ല. എന്ന് വെച്ചാ? ഇല്ല, നടക്കാൻ പാടില്ല. വാര്യരെ, ഒന്ന് തെളിച്ചു പറ. ഈ ജാതകക്കാരി വീട്ടിൽ വന്ന് കയറിക്കഴിഞ്ഞാ കുടുംബനാഥന് അകാല വിയോഗം ഉണ്ടാകും. എന്നുവെച്ചാ അകാല മൃത്യു വരെ ഉണ്ടാകും. അത് സംഭവിക്കുന്നത് പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കായിരിക്കും. കാര്യം എന്താണെന്ന് ഊഹിക്കാമല്ലോ മാഷ്.
ഇതിന് പരിഹാരമൊന്നുമില്ലേ വാര്യരെ? ഇല്ല ഗോവിന്ദ. ഇതേ ജാതകഫലമായിരുന്നു ഭഗവാൻ പരമശിവന്റെ പത്നി സതീദേവിക്കും. അവിടെ 2 അകാല മൃത്യു സംഭവിച്ചു. സതീദേവി അഗ്നിയിൽ ദഹിച്ചു. പിതാവ് ദക്ഷന്റെ തലയറുത്തു. കാരൂരെ, തൽക്കാലം ഈ ജാതകമൊക്കെ മാറ്റിവെച്ച് എനിക്കൊരു തീയതി കുറിച്ചതാ. ബാല, എന്ത് സംഭവിച്ചാലും ഈ കല്യാണം നടക്കണം കാരൂരെ. നിങ്ങൾ എനിക്കൊരു തീയതി കുറിച്ചതാ. അത് നിശ്ചിതമാണ് മാഷേ. എനിക്കൊരു നല്ല ദിവസം പറഞ്ഞു തന്നാ മതി. ഇനിയിപ്പോ കാരൂര് തീയതി പറഞ്ഞു തന്നില്ലെങ്കിലും ഞാൻ ഈ കല്യാണം നടത്തും. അത് വേണോ മാഷേ? വേണം. വരുന്ന ചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞ് ഏത് ദിവസം വേണേലും ആകാം. ഓ, ദാ. അപ്പൊ നന്ദി കാരൂരെ, ഞങ്ങൾ ഇറങ്ങാം. മാഷേ, സൂക്ഷിക്കണം. ബാല, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഗോവിന്ദ, കുട്ടികളുടെ കല്യാണം നടക്കണം. നമ്മളൊക്കെ ഇനി എത്ര കാലാ? ഒരു വെള്ളപ്പൊക്കം വന്നാൽ തീരാവുന്നല്ലേ ഉള്ളൂ. പോകുന്ന അങ്ങ് പോട്ടടോ. പോകുന്നെങ്കിലേ നമുക്ക് ഒരുമിച്ചൊക്കെ പോവാം. ആ, പിന്നെ മറ്റാരും ഇത് അറിയരുത്, പ്രത്യേകിച്ചും ചാരുമോള്. വാ. ആ. എടി, അയാൾക്ക് ജാതകം കൊടുത്തിട്ട് വല്ല അറിഞ്ഞായിരുന്നോ? ഇല്ല, ഇതുവരെ വിളിയൊന്നും വന്നിട്ടില്ല. ജാതകം വായിച്ചിട്ടേ അയാളുടെ ഗ്യാസ് പോയി കാണും. ജോത്സ്യന്മാരുടെ വീടായ വീട് മുഴുവൻ കയറി ഇറങ്ങുന്നുണ്ടാവും. ആ, നീ നിനക്കൊന്നും പോയി ചോദിക്കായിരുന്നില്ലേ? ഞാൻ എങ്ങനെ ചോദിക്കാനാ? വാ കൊണ്ട് ചെന്ന് ചോദിക്കടി. ഞാനോ? ഓ, നീ ചോദിക്കടി. എന്നാലേ ആ. തോരനുള്ളതൊന്ന് അരിഞ്ഞു വെക്കേ. ഞാനോ? ആ, ക്യാരറ്റാണ് തിന്നു തീർക്കരുത്. മെനക്കെടുത്താനായിട്ട്. ചാരു, ആ? ബാലമാമ ജാതകം നോക്കിയിട്ട് എന്തു പറഞ്ഞു? ഞാൻ ബാലമാമനെ വിളിച്ചില്ല. ബാലമാമ ഇങ്ങോട്ട് വിളിക്കാന്നാ പറഞ്ഞത്. ആ, നിനക്ക് അങ്ങോട്ട് വിളിക്കായിരുന്നല്ലേ? നോക്കിയിട്ട് വല്ല പൂജയോ വഴിപാടോ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശ്രീധരൻ ശാന്തിയെ കൊണ്ട് ചെയ്യിക്കായിരുന്നു. അങ്ങേരെന്നെ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാ. ശരിയാ ചേച്ചി. ചേച്ചി ബാലമാമയൊന്ന് വിളിച്ചു നോക്ക്. അതന്നെ.